ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റൂത്ത് 2-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. ബോവാസ് ആരുടെ കുടുംബത്തിലെ അംഗമായിരുന്നു? ഉത്തരം: നവോമിയുടെ ഭർതൃകുടുംബത്തിലെ. 2. റൂത്ത് 2-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ബോവാസിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ഉത്തരം: ഒരു ധനികൻ. 3. റൂത്ത് എവിടെ പോയി കാല പെറുക്കട്ടെ എന്നാണ് നവോമിയോട് ചോദിച്ചത്? ഉത്തരം: എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ പോയി കാല പെറുക്കട്ടെ എന്ന്. 4. റൂത്ത് വയലിൽ ചെന്ന് ആരുടെ പിറകെയാണ് കാല പെറുക്കിയത്? ഉത്തരം: കൊയ്ത്തുകാരുടെ പിറകെ. 5. ആരുടെ വയലിലാണ് റൂത്ത് എത്തിച്ചേർന്നത്? ഉത്തരം: ബോവാസിൻ്റെ വയലിൽ. 6. റൂത്ത് 2:4 പ്രകാരം ബോവാസ് എവിടെ നിന്നാണ് വന്നത്? ഉത്തരം: ബെത്ലഹേമിൽ നിന്ന്. 7. ആര് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞാണ് ബോവാസ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത്? ഉത്തരം: കർത്താവ്. 8. ബോവാസ് ആരെയാണ് അഭിവാദനം ചെയ്തത്? ഉത്തരം: കൊയ്ത്തുകാരെ. 9. ബോവാസ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത് എങ്ങനെ? ഉത്തരം: കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ്. 10. കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യഭിവാദനം ചെയ്തത് ആര്? ഉത്തരം: കൊയ്ത്തുകാർ. 11. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചത് എന്ത്? ഉത്തരം: ആരാണ് ഈ യുവതി? 12. നവോമിയോടൊപ്പം മോവാബിൽ നിന്ന് വന്ന മോവാബി സ്ത്രീയാണിവൾ എന്ന് മറുപടി നൽകിയത് ആര്? ഉത്തരം: ഭൃത്യൻ. 13. കാല പെറുക്കാൻ ആരോടൊപ്പം ചേർന്നുകൊള്ളുക എന്നാണ് ബോവാസ് പറഞ്ഞത്? ഉത്തരം: എൻ്റെ ദാസിമാരോടുകൂടെ. 14. നിന്നെ എന്തു ചെയ്യരുത് എന്ന് ഭൃത്യന്മാരോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ബോവാസ് പറഞ്ഞത്? ഉത്തരം: ശല്യപ്പെടുത്തരുതെന്ന്. 15. പൂരിപ്പിക്കുക. അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് ചെയ്തു? ഉത്തരം: നന്മ. 16. പൂരിപ്പിക്കുക. നിന്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകും? ഉത്തരം: കർത്താവ്. 17. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. ആരുടെ വാക്കുകൾ? ഉത്തരം: ബോവാസിൻ്റെ. 18. അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ, അവളെ ശകാരിക്കരുത്. ഇത് ബോവാസ് പറഞ്ഞത് ആരോട്? ഉത്തരം: ഭൃത്യന്മാരോട്. 19. എപ്പോൾ വരെയാണ് റൂത്ത് കാല പെറുക്കിയത്? ഉത്തരം: സന്ധ്യ വരെ. 20. കാല പെറുക്കിയത് മെതിച്ചപ്പോൾ റൂത്തിന് എത്ര ബാർലി കിട്ടി? ഉത്തരം: 1 ഏഫ. 21. കിട്ടിയ ബാർലി എടുത്തുകൊണ്ട് റൂത്ത് എവിടേക്കാണ് പോയത്? ഉത്തരം: നഗരത്തിലേക്ക്. 22. റൂത്ത് ശേഖരിച്ച ധാന്യം ആരെയാണ് കാണിച്ചത്? ഉത്തരം: അമ്മായിയമ്മയെ. 23. നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ എന്താകട്ടെ എന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം: അനുഗ്രഹീതനാകട്ടെ. 24. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ എന്തു ചെയ്യട്ടെ എന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം: അനുഗ്രഹിക്കട്ടെ. 25. കൊയ്ത്തു തീരുവോളം ആരോട് കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം: വേലക്കാരോടുകൂടെ. 26. മറ്റു വയലുകളിൽ പോയാൽ എന്തിന് സാധ്യതയുണ്ട് എന്നാണ് ബോവാസ് പറഞ്ഞത്? ഉത്തരം:
ശല്യമേൽക്കാൻ. 27 മറ്റു വയലുകളിൽ പോയി ശല്യമേൽക്കാനിടയാകാതെ ആരുടെ കൂടെ പോകുന്നതാണ് നല്ലത് എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്. ഉത്തരം ബോവാസിൻ്റെ ദാസിമാരോടുകൂടെ. 28 എന്നുവരെയാണ് റൂത്ത് കാല പെറുക്കിയത്? ഉത്തരം ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ. 29 ആരുടെ ദാസിമാരോട് കൂടെ ചേർന്നാണ് റൂത്ത് കാല പെറുക്കിയത്? ഉത്തരം ബോവാസിൻ്റെ. 30 റൂത്ത് ആരോടൊപ്പം ജീവിച്ചു എന്നാണ് റൂത്ത് 2:23 പറയുന്നത്? ഉത്തരം അമ്മായിയമ്മയോടൊപ്പം.